ഒരു പക്ഷേ തങ്ങൾ ഫാമിലിയിലുള്ളവർ പള്ളി ഉദ്ഘാടനത്തിന് പോകുന്നതിനേക്കാളും കൂടുതൽ ഞാൻ പോകുന്നുണ്ട്. ഓരൊക്കെ എപ്പോഴെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ ഞാനും തങ്ങളുള്ളിടത്തും പോകുന്നുണ്ട്, അല്ലാത്തടത്തും പോകുന്നുണ്ട്. സത്യം പറയാം, അവരെക്കാൾ കൂടുതൽ പള്ളി ഉദ്ഘാടനം, ഏറ്റവും ചെറിയ പള്ളി മുതൽ കേരളത്തിലെ ഏറ്റവും വലിയ പള്ളിയുടെ ഉദ്ഘാടനത്തിന് വരെ ഞാൻ കയറും. പഠിച്ചവൻ ഇതൊക്കെ ലൈവ് പോണതാണാവോ അല്ലേ? ഉണ്ടോ? ലൈവ് ഉണ്ടോ? ഞാൻ ഇഷ്ടപ്പെടുകയും ഞാൻ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൃത്യമായി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. ഒന്നും ഉണ്ടായിട്ട് പറയാതെ നല്ലതും അതിൻ്റെതായ അർത്ഥത്തിൽ അതിന്റെ ഒരു വിശകലനമായി കൂട്ടിയാൽ മതി. അടുത്ത വിഷമുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം വിളിക്കുകയും ചെയ്യരുത്. എല്ലാവരും പറയാനല്ലോ. 6 വയസ്സുള്ള ഒരു കുട്ടീനെ മുഹമ്മദ് കല്യാണം കഴിച്ചോ അത് മാത്രം അവിടെ പറഞ്ഞാൽ മതി. എന്താ പറയാ, ഇല്ല വരാൻ പറ്റും, ഇല്ല കാണാനായി ഉണ്ട് വരാൻ പറ്റും. അപ്പൊ അവസാനം അവര് ഉണ്ട് ഉണ്ട് എന്നുള്ളത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പേര് വേറെയാണ്. എന്നിട്ട് അവന് അതിന്റെ ഒരു പേര് എന്താ പറയാ, ആകെ ഐസായി പോകുന്ന അവസ്ഥ. ഈ രീതിയിലാണ് പലപ്പോഴും ഇതിനെ തങ്ങളവറുകൾ എത്തുന്നുണ്ട്, സ്വാഗതം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. ഓം യോന്ത പ്രവിശ്യ മമ വാചമിമാം വസുത്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംന അന്യാം സഹസ്തചരണശ്രവണത്വദാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര മുഹൂർത്തത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഈശ്വരീയ പാന്താവിന്റെ പ്രവാചക ശ്രേണിയിൽ വിരാജിക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമിയിൽ അവതീർണമായിട്ട് അവതരിച്ചിട്ട് 15 നൂറ്റാണ്ട് തികഞ്ഞിരിക്കുന്നു. അതിന്റെ മുന്നോടി എന്ന വണ്ണം 3 മാസത്തെ ആഘോഷങ്ങളോ അല്ലെങ്കിൽ സ്മരണകളോ ഒക്കെയായി നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ മാസം പുതിയ ഹിജറ വർഷം ആരംഭിച്ചു. അത് കഴിഞ്ഞാൽ സഫർ, അത് കഴിഞ്ഞാൽ റബീഉൽ മാസം വരെയായി. വല്ലാത്തൊരു ഉത്തരവാദിത്വമാണ് നമ്മുടെയൊക്കെ തലമുറയിൽ വയസ്സായവരും പുതിയവരും ഒക്കെ കൂടി ഇതൊരു ചരിത്ര സന്ധ്യ. നമുക്ക് ഈ ഒരു ഉത്തരവാദിത്തം വന്നതിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നന്ദിയുള്ളവരായിരിക്കണം എന്നാണ്. ആധുനിക കാലഘട്ടത്തിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ മതം അത് വളരെ പഴഞ്ചനാണെന്നും എല്ലാ മതങ്ങളും പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 4-ാം നൂറ്റാണ്ടിൻ്റെ 6-ാം നൂറ്റാണ്ടിൻ്റെ പഴമയാണ് വിളമ്പാനുള്ളത് എന്ന ആരോപണവുമായിട്ടാണ് നമ്മളൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വിധേയമാകുന്നത്. പലയിടങ്ങളിലും മതത്തിന്റെ അഭിപ്രായങ്ങൾ എല്ലാ തരത്തിലുമുള്ള
പ്രതിരോധങ്ങൾക്ക് പാത്രമാവുകയാണ്. ഇതിനൊക്കെ വല്ലാത്തൊരു മറുപടി കൊടുക്കേണ്ടതുണ്ട്. എവിടെയാണ് നമ്മളൊക്കെ ഇനിയും സൂക്ഷ്മമാകേണ്ടതുണ്ട്, സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാവും. പ്രത്യേകിച്ച് ഞാനൊക്കെ ഈ ഒരു രീതിയിലേക്ക് ഇത്തരം പ്രഭാഷണങ്ങളുമായി മുന്നോട്ട് വരാനുണ്ടാകുന്ന കാരണം പലപ്പോഴും ആർക്കും അറിയില്ല. ഞാനതങ്ങനെ പൊതുവേദികളിലൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ഈ മനുഷ്യൻ ഇങ്ങനെ റസൂലിനെ കുറിച്ചും ഖുർആനെ കുറിച്ചും ഹദീസും കിതാബുകളും ഒക്കെയായി പ്രഭാഷണം തുടങ്ങിയത്? അതിൻ്റെ ഒന്നും ചരിത്രം ആർക്കും അറിയില്ല, പറയാറില്ല. കാരണം അത് എൻ്റെയും കൂടി ചരിത്രമാണല്ലോ, അല്ലെങ്കിൽ എൻ്റെയും കൂടി കുറെ കാര്യങ്ങളാണ്. പക്ഷെ ഈ ഒരു അവസരത്തിൽ ഞാനത് സ്മരിക്കാതിരുന്നാൽ ശരിയാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രം ഞാനൊന്ന് അല്പമായിട്ടൊന്ന് പറയാം. ചെറുപ്പത്തിൽ തന്നെ പല മതങ്ങളെയും പഠിക്കുന്നതിൻ്റെ ഭാഗമായി ഖുറാനും മറ്റൊക്കെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതൊന്നും ശരിയായ ഒരു നിയത്തോടു കൂടിയോ അല്ലെങ്കിൽ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. തികച്ചും വിമർശനാത്മകമായി താൻ ജനിച്ചു വളർന്ന മതമോ അല്ലെങ്കിൽ താൻ സ്വീകരിച്ച മതമോ ഒക്കെ ശരിയാണെന്ന് തെളിയിക്കേണ്ടുന്നതിൻ്റെ ബാധ്യതയിലേക്ക് വേണ്ടി മറ്റു മതങ്ങളിലെ വേണ്ടാധീനങ്ങൾ അല്ലെങ്കിൽ അതിലുള്ള വിഷമങ്ങൾ എടുത്ത് പുറത്ത് പറഞ്ഞ് അതിനേക്കാൾ മെച്ചമാണ് എൻ്റെ കയ്യിലുള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. അത്തരം പ്രവർത്തനങ്ങളും പഠനങ്ങളും ഒക്കെ അന്നും എല്ലാ കാലഘട്ടത്തിലും ആളുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇതുമായി മുന്നോട്ട് പോയപ്പോൾ ചില നിഷ്പക്ഷമായ കാഴ്ചപ്പാടുകളിലൂടെ ഇതിനെ കാണാൻ തുടങ്ങിയപ്പോൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ ഒരു പക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് വിമർശിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ടൂൾ കിറ്റുകളായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് വളരെ വൈകിയാണ്. ഇന്നിപ്പോ ടൂൾ കിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. എല്ലാവർക്കും മനസ്സിലായില്ലെങ്കിലും പുതുതലമുറയിലേക്കുള്ളവർക്കൊക്കെ മനസ്സിലാവും. നമ്മളിപ്പോ ഒരു പ്ലംബറെ വീട്ടിലേക്ക് വിളിക്കുകയാണെങ്കിൽ, ഇലക്ട്രീഷ്യനെ വീട്ടിലേക്ക് വിളിക്കുകയാണെങ്കിൽ അയാൾ ഒരു ടൂൾ കിറ്റുമായിട്ടാണ് വരിക. പണിയെടുക്കാനുള്ള ആയുധമായിട്ടാണ് വരിക. സ്പാനർ മറ്റതൊക്കെ ഉണ്ടാവും, കുത്തിത്തിരിക്കുന്ന സാധനങ്ങൾ, സ്ക്രൂ, അതേമാതിരി ടെസ്റ്ററൊക്കെ ഉണ്ടാവും. അതില്ലാണ്ട് അയാൾക്ക് പണിയെടുക്കാൻ പറ്റില്ല, പ്ലംബറിനും ഇലക്ട്രീഷ്യനും ഒക്കെ. അപ്പൊ അതില്ലാതെ പണിയെടുക്കാൻ കഴിയില്ല. അഴിക്കാനോ തിരിക്കാനോ മുറുക്കാനോ ഒന്നും കഴിയില്ല. എന്ന് പറയുന്ന പോലെ സാമൂഹ്യപരമായും ചില കാര്യങ്ങളെ അഴിക്കാനും തിരിക്കാനും കുത്തിത്തിരിപ്പുണ്ടാക്കാനും ചില ടൂൾ കിറ്റുകൾ ആവശ്യമാണ്. അത്തരം ടൂൾ കിറ്റുകളുടെ ഭാഗമായിട്ടാണ് ഇത്തരം വിദ്വേഷങ്ങളും വിമർശനങ്ങളും ഉണ്ടാകുന്നതും പ്രചരിപ്പിക്കുന്നതും എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഒന്നില്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ആ പ്രക്രിയ പൂർണ്ണമാക്കണം എന്ന് തീരുമാനിച്ചു. അല്ലെങ്കിൽ ഇതിന്റെ സത്യം എന്താണെന്ന് ബോധ്യപ്പെടുകയും ബോധ്യപ്പെട്ടത് പറയുകയും ചെയ്യണമെന്ന് തീരുമാനിച്ചു. ഈ രണ്ടു വഴിയുള്ള ഒരാളെ മുമ്പിൽ. ഒന്നില്ലെങ്കിൽ ഇവരുണ്ടാക്കിയിരിക്കുന്ന ടൂൾ കിറ്റുകളുടെ ഏറ്റവും നല്ല പ്രയോജനപ്പെടുത്തുന്ന ഒരാളായിട്ട് മാറുക. അതുപയോഗിച്ച് നല്ലോണം തിരിക്കുകയും മറിക്കുകയും കുത്തിത്തിരിപ്പുണ്ടാക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ അതിൽ സത്യമില്ലെങ്കിൽ എന്തായിരുന്നു ഇതിന്റെ പിന്നിലെ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കി ജനഗണമന കേട്ട് ഉണ്ടാകും പ്രസംഗിച്ചാൽ ഇനിയിപ്പോൾ അതിന് വലിയ വിഷമം ഉണ്ടാകണ്ട. ഞാൻ ഇപ്പോഴാണ് കേട്ടോ നിർത്തിയതാണ്. അപ്പോ ഈ രണ്ട് രീതികളെ ഒരാളുടെ മുമ്പിൽ അവശേഷിക്കുന്നുള്ളൂ. ഒന്നല്ലെങ്കിൽ അതിന്റെ ഭാഗമാകുക, അല്ലെങ്കിൽ അതിലെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണത്, ഇതിൽ വേറെ വല്ല സത്യമുണ്ടോ എന്ന് കണ്ടുപിടിക്കുക. അങ്ങനെയാണ് ഈ പറയുന്ന കമ്പാരിറ്റീവ് തിയോളജിയുടെ അല്ലെങ്കിൽ കമ്പാരിറ്റീവ് റിലീജിയസ് സ്റ്റഡിയുടെ മറ്റൊരു ഭാഗത്തേക്ക് പോകേണ്ടി വന്നത്. അങ്ങനെയാണ് പലതും മനസ്സിലായി വരാനുള്ള സാധ്യത ഉണ്ടായി. പ്രചരിപ്പിക്കുന്നത് മാത്രമാണെന്ന് മനസ്സിലായി. പക്ഷെ അന്നും ഇന്നും എൻ്റെ മനസ്സിലൊരു വിഷമം എന്ന് പറയുന്നത് ഇതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ ഇപ്പോഴും
നമ്മുടെ ഉമ്മത്തിന് ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ 1500 വർഷമെങ്കിലും ആയ സ്ഥിതിക്ക് ഇത്തരത്തിലുള്ളൊരു ചിന്തയും പദ്ധതിയും കൂടി നമുക്ക് ഇനിയും വേണ്ടിയിരിക്കും. നമ്മുടെയൊക്കെ ദവാത്തുകൾ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പ്രബോധനങ്ങൾ പലപ്പോഴും ഒരു മതത്തിന്റെ ഒരു ഇൻഷുറൻസ് സ്വഭാവത്തിലേക്കൊക്കെ മാറുകയാണ്, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി പോലെയൊക്കെ ആയിട്ട് മാറുകയാണ്. അതിനപ്പുറത്തേക്ക് ഇതിന് ചരിത്രപരമായി ഇതിന്റെ ചില തെളിവുകൾ അല്ലെങ്കിൽ ചില മാനങ്ങളൊക്കെ ഇനിയും നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും അന്ന് പഠിച്ചപ്പോഴും ഇത് ഞാനല്ലല്ലോ പറയേണ്ടത് എന്നൊരു തോന്നലാണ് ആദ്യം വരുന്നത്. കാരണം എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇങ്ങനെയല്ല. പക്ഷെ ഇതിന് മറുപടിയായി അതിൻ്റെ തന്നെ ഒരു പണ്ഡിതനെ കൊണ്ടിരുത്തി സംവാദങ്ങളും മറ്റും നടത്തുന്ന സമയത്ത് എന്തുകൊണ്ട് ഈ മറുപടി പറയുന്നില്ല എന്നാണ് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നത്. ഇത് ഇങ്ങനെ മറുപടി പറഞ്ഞാൽ മതിയോ, അതിന് ഇത് വേറെ ആയത്തില്ലേ അല്ലെങ്കിൽ വേറെ ഹദീസില്ലേ, അത് പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോ അതിന്റെ പണ്ഡിതൻ അത് പറയുന്നില്ല. അത്തരം അന്താരാഷ്ട്ര ലെവലുകളിലില്ല, മലയാളത്തിൽ മാത്രം, കേരളത്തിലൊന്നും അത്തരത്തിലുള്ള കമ്പാരിറ്റീവ് അങ്ങനെയുള്ള പിന്നെ ഇതൊന്നും നടന്നിട്ടില്ല, നടക്കൽ കുറവാണ്. പക്ഷെ അന്നൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നത് അന്താരാഷ്ട്ര ലെവലിലുള്ള ഇത്തരം ഡിബേറ്റുകളാണ്. പേരൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് അറിയില്ല. മർക്കസുൽ ബിഷാറ, മറ്റേ നൂറുൽ അലം മിനിസ്ട്രി എന്നൊക്കെ പറഞ്ഞ് എത്ര പേർക്ക് മഞ്ചേരിയൊക്കെ ബന്ധപ്പെട്ട അത്തരം കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു എന്നറിയില്ല. കേട്ട് കഴിഞ്ഞാൽ മർക്കസുൽ ബിഷാറ അല്ലേ നമ്മുടെ സ്ഥാപനമാണ്, നൂറുൽ അലം മിനിസ്ട്രി. അവരൊക്കെ ഇപ്പൊ ഉണ്ടോ എന്തോ ഒന്നും അറിയില്ല, അരവിച്ചനൊക്കെ ഇപ്പൊ ഉണ്ടോ എന്ന് അറിയില്ല. ഏതായാലും ഞാൻ പഠിച്ചോനെ ഇതൊക്കെ ലൈവ് പോണതാണ് ആവല്ലേ, ഉണ്ടോ ലൈവ് ഉണ്ടോ? പെട്ട്. അപ്പോ ഞാനൊരു മതത്തിനെയും അങ്ങനെ അതുകൊണ്ട് പറയല്ല, പേരെടുത്ത് പറയല്ല. പക്ഷെ അവരൊക്കെ നടത്തിയിരുന്ന അല്ലെങ്കിൽ അവരൊക്കെ അന്താരാഷ്ട്ര ലെവലിൽ നടത്തിയിരുന്ന ഡിബേറ്റുകളും ചർച്ചകളും ഒക്കെ ഒരുപാട് ഉപകാരപ്രദമായിരുന്നു. അതിനപ്പുറത്തേക്ക് പോകണമല്ലോ എന്ന് പറയാൻ അന്നും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ അന്നും ആളുകളില്ലാത്തതിന്റെ കുറവ് ഞാൻ അന്നും ഇന്നും പറയാം. ഇന്നും നമുക്ക് ധാരാളം പണ്ഡിതന്മാരുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള രീതിയിൽ ഇതിനെ ഒന്ന് പ്രതിരോധിച്ചു കാണാൻ അതിനുള്ള കൃത്യമായ ഉത്തരം പറഞ്ഞാൽ മതി. പക്ഷെ അതിന് വേറെ ചില ടൂളുകളാണ് നമ്മൾ ഇനി ഡെവലപ്പ് ചെയ്യുന്നത്. ഈ 1500 വർഷം എത്തി നിൽക്കുന്ന ഈ സമയത്ത് വളരെ പ്രതീക്ഷയോടുകൂടി വളരെ ഉത്സാഹത്തോടു കൂടിയിട്ടാണ് ഞാനൊക്കെ ഈ ഒരു ചരിത്ര സന്ധിയിൽ നിൽക്കുന്നത്. ഞാൻ ഇഷ്ടപ്പെടുകയും ഞാൻ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൃത്യമായി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. കാരണം മറ്റൊന്നും കൊണ്ടുമല്ല. കാരണം ഞാൻ എപ്പോഴും പറയും, ഇതൊരു ചെറിയ ഒരു അസൂയയുടെ ഒക്കെ ഒരു പ്രശ്നമേ ഉള്ളൂ ഇതിലൊക്കെ. താരതമ്യേന മതപ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ, ഗുരുക്കന്മാരുടെ ലോകമെമ്പാടുമുള്ള ഗുരുക്കന്മാരുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ, അവരുടെ വഫാത്തിന്റെ സമയം അടുക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മരണസമയം അല്ലെങ്കിൽ സമാധിയുടെ സമയം അടുക്കുമ്പോഴേക്കും വളരെ കൃത്യമായി എല്ലാം ഫങ്ഷണലായി വളരെ ഫങ്ഷനിങ് ആയി പോയ ചരിത്രം വളരെ കുറവാണ്. താൻ ഉദ്ദേശിച്ചതുപോലെ തന്റെ അനുചര വൃന്ദങ്ങൾ, ശിഷ്യഗണങ്ങൾ ഞാൻ കണ്ണടയ്ക്കുന്നതിന് മുമ്പേ ഞാൻ ഉദ്ദേശിച്ച പോലെ വിന്യസിച്ച് പ്രവർത്തിച്ച് അതിന്റെ ഒരു മൂർധരൂപത്തിലെത്തിയ ചരിത്രം വളരെ കുറവാണ്. യേശുക്രിസ്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്രിസ്തു മതത്തിലെ ബൈബിൾ വായിക്കുമ്പോൾ, പുതിയ നിയമത്തിലെ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ അന്ത്യത്താഴ സമയത്താണ് ഏറ്റവും പണം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന അവിടുത്തെ ട്രഷർ, ആ കൂട്ടത്തിലെ ട്രഷറായിരുന്ന യൂദാസ് എന്ന് പറയുന്ന യൂദാസ് ഇസ്കാരിയോട്ട് അദ്ദേഹത്തെ ഒറ്റിക്കൊടുക്കുന്നത് 30 വെള്ളിക്കാശിന് വേണ്ടി. റേഷൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. എന്നിരുന്നാലും 30 വെള്ളിക്കാശ് കിട്ടിയപ്പോൾ ഗുരുവോ സ്വസ്തി, നമസ്കാരം, സലാം അലൈക്കും എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഉമ്മ വെച്ചു എന്നാണ് ആ അറബി ബൈബിളിൽ സലാം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതിനുശേഷം നീ പത്രോസ് ആകുന്നു, നീ സിമിയോൻ എന്ന് പറഞ്ഞ നീ പത്രോസ് ആകുന്നു, ഈ പത്രോസ് നിന്റെ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും എന്ന് ആശ വെച്ചിരുന്ന ഒന്നാമത്തെ ശിഷ്യൻ, വയസ്സുകൊണ്ടും അറിവുകൊണ്ടും ഒക്കെ മൂപ്പനായിരുന്നു പത്രോസ്. അദ്ദേഹം 3 പ്രാവശ്യം യേശുവിനെ അന്ന് രാത്രി തള്ളിപ്പറഞ്ഞു. ഒരാൾ ബിട്രൈഡ്,
ഒരാൾ അറിയില്ല എന്ന് പറഞ്ഞു, എനിക്ക് ഈ മനുഷ്യനെ അറിയില്ല. അങ്ങനെ കുരിശിൽ മരിക്കുന്ന സമയത്ത് അദ്ദേഹം ഉരുവിട്ട 7 വാചകങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വാചകം ഏലി ഏലി ലമ്മാ ലബക്തനി, ദൈവമേ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? ദൈവം പോലും കൈവിട്ടു കൈവിട്ടോ എന്നൊരു ചോദ്യത്തോടു കൂടിയാണ് അദ്ദേഹം കുരിശിൽ പടയുന്നത്. എന്നാൽ റസൂലുള്ളാഹിയുടെ കാലത്തേക്ക് വരുമ്പോഴോ അദ്ദേഹം മദീന പള്ളിയിൽ, അദ്ദേഹത്തിന്റെ പള്ളിയിൽ അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നല്ലോ താമസിച്ചിരുന്നത്. സുഖമില്ലാതിരിക്കുന്ന സമയത്ത് നമസ്കാരാദികളിൽ പങ്കെടുക്കാൻ കഴിയാതിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു ജനാല് തുറന്നിട്ടാൽ പള്ളിയുടെ അകവശം കാണാമായിരുന്നു. ആ അകവശത്തിൽ അദ്ദേഹം കണ്ടുകൊണ്ടിരുന്നത് 5 നേരവും കൃത്യമായി ജമാഅത്ത് നിസ്കരിക്കുന്ന സഹാബത്തിനെയാണ്. അത് മിക്കവാറും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരിക്കും അതിന്റെ നേതൃത്വത്തിലുണ്ടാവുക. അലിയും ഉസ്മാനും ഉമറും ഒക്കെ അനവധി സഹാബാക്കള് അദ്ദേഹം പറഞ്ഞു കൊടുത്ത നിസ്കരിക്കുന്ന സംവിധാനത്തിൽ, അതിൻ്റെ ഒരു പരിപൂർണതയിൽ ഞാൻ ഈ നിമിഷം ഇവിടുന്ന് ഇല്ലാണ്ട് ആയാലും ഈ സംവിധാനം ഇതുപോലെ ഫങ്ഷനിങ് ആയിരിക്കും, ഫങ്ഷണൽ ആയിരിക്കും എന്ന് പറയാൻ ഉറപ്പ് കിട്ടിയതിന് ശേഷമാണ് ആ മഹാൻ കണ്ണടച്ചത്. ഇത് അദ്ദേഹത്തെ മറ്റുള്ളവരുടെ നിന്ന് വ്യത്യസ്തമാക്കുന്നു. മാത്രമല്ല, ഇതാണ് സത്യത്തിൽ മറ്റു പലരുടെയും കണ്ണുകടിക്കും അസൂയയ്ക്കും ഒക്കെ കാരണമായി തീരുന്നത്. ഇതിനിങ്ങനെയൊന്നും നിഷ്പക്ഷമായ ഒരു പ്രഭാഷണത്തിൽ പോലും ആരും അവതരിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ട്. ഇത്രയും ഫങ്ഷനാലിറ്റി, ഒന്ന് ഫങ്ഷനിങ് കൊണ്ട് ഫങ്ഷനാലിറ്റി, ഞാൻ എപ്പോഴും ഫങ്ഷനാലിറ്റി പറയുന്ന ഒരാളാണ്. എന്തും ഫങ്ഷണൽ ആവണം. ഫങ്ഷനിങ് ആയിട്ട് കാര്യമില്ല. രാഷ്ട്രീയം ഫങ്ഷനിങ് ആണ്, കുടുംബജീവിതം ഫങ്ഷനിങ് ആണ്, മതം ഫങ്ഷനിങ് ആണ്, യൂത്ത് ഫങ്ഷനിങ് ആണ്, മതനേതൃത്വം ഫങ്ഷനിങ് ആണ്. പക്ഷെ ഇവരൊക്കെ സത്യത്തിൽ ഫങ്ഷണൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നാൽ ആ മുനവറ പള്ളി, ആ മദീനത്തുള്ള പള്ളിയില് അദ്ദേഹത്തിന്റെ വഫാത്ത് സമയമാകുമ്പോഴേക്കും അദ്ദേഹം എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു വ്യക്തിയായിട്ട് പോലും, അന്നത്തെ അറബി സാഹിത്യത്തിന്റെ ഒരു ഗ്രാമർ പോയിട്ട് അലിഫ് എന്താ ബഹ എന്താന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരാളായിട്ട് പോലും അദ്ദേഹത്തിന്റെ ചുറ്റും ഇത്രയും വീരരും ശൂരരും, ഓരോരുത്തരുടെയൊക്കെ സഹാബത്തിന്റെ ഒക്കെ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കിയാൽ ഉമർ ആരായിരുന്നു, അബൂബക്കർ ആരായിരുന്നു, ഒന്ന് വന്ന ഒന്ന് വെട്ടൊന്ന് മുറിയുണ്ട് എന്ന് പറയുന്ന സ്വഭാവത്തിൽ നിന്ന് വന്നവർ മുതൽ വളരെ മൃദുവായ സ്വഭാവമുള്ളവരും എല്ലാ തരത്തിലുള്ള ആളുകളുടെയും ഈ മനുഷ്യവംശത്തിന്റെ പലതരത്തിലുള്ള വ്യക്തിത്വങ്ങൾ ഉണ്ടെന്നാണ് ഞങ്ങളൊക്കെ പഠിപ്പിക്കുക. ഒരു 9 എണ്ണെങ്കിലും ഉണ്ടെന്നാണ് ഞങ്ങളൊക്കെ പറയുക. ഈ 9 തരം വ്യക്തിത്വങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത്രയും ആ വ്യക്തിത്വങ്ങളെയൊക്കെ ആകർഷിക്കാനും മാറ്റാനും പരിവർത്തനം ചെയ്യാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഞാൻ പലപ്പോഴും എന്നോട് സ്വകാര്യ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ട് വിമർശനവുമായി വരുന്നവരോട് ചോദിക്കാറുള്ള ചോദ്യം, നിങ്ങൾ ഈ പറയുന്നതെല്ലാം ഞാൻ സമ്മതിച്ചു, മുഹമ്മദിന് ഇതിലൊക്കെ കുറവുകളുണ്ട്, അതിലൊന്നും എനിക്ക് യാതൊരു സംശയവുമില്ല, ഞാൻ ഡിബേറ്റിനും വരുന്നില്ല. എന്റെ ചോദ്യം ഇതാ, ഇത്രയും ദുർഗുണ സമ്പന്നനായ ഒരാൾക്ക് എങ്ങനെ ഇത്രയധികം അനുയായികൾ ഉണ്ടായി? നിങ്ങൾ പറയുന്നു അത് എത്ര ദുർഗുണനാണ്. 6-ാം വയസ്സിൽ പെണ്ണ് കെട്ടി, PDF-ലായിരുന്നു, മറ്റേതായിരുന്നു, എന്താണ് സെക്സോമാനിയായിരുന്നു, അതായിരുന്നു, ഇതായിരുന്നു, യുദ്ധക്കുതിയനായിരുന്നു, മകന്റെ ഭാര്യനെ കാര്യം തീർപ്പിച്ച് കെട്ടി എന്ന് വേണ്ട എന്തെല്ലാം പറയാനുണ്ടോ ഒക്കെ ഞാൻ പറഞ്ഞു. 100% ഞാൻ അംഗീകരിച്ചു തന്നെ വെക്കുക. പക്ഷെ അന്നത്തെ ആളുകൾ, ഇത്രയും ആളുകൾ ഇത്രയും ചിട്ടയായി വേറൊരു സ്വർഗം തരുന്നു എന്നാണ് കൊണ്ടടുത്ത് നിൽക്കുമോ? നിങ്ങൾക്ക് ഇതൊക്കെ നിന്ന് കഴിഞ്ഞാൽ സ്വർഗം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ എന്താ പൊട്ടന്മാരാ? അത് കഴിഞ്ഞ നൂറ്റാണ്ടുകൾ എത്രയായി? ഇന്നും ഇതിന്റെ ആളുകളുടെ മനസ്സിലേക്ക് ഈ കഥകളാണോ നിങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടും എന്താണ് ഇത്തരം ദുർഗുണങ്ങൾ കയറാതെ എന്ത് സദ്ഗുണങ്ങളാണ് അവരെ ആകർഷിക്കുന്നത് എന്നെങ്കിലും ഒന്ന് ചിന്തിച്ചൂടെ? അതുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കണമെന്നോ ഇതിന്റെ കൂടെ നിൽക്കണമെന്നോ എനിക്ക് നിർബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ ആർക്കും നിർബന്ധമല്ല. ആർക്കും അതിന്റെ നിർബന്ധമൊന്നും ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല. ദൈവം വിചാരിച്ചിരുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ഒറ്റയടിക്ക് ആക്കാമായിരുന്നു. മാലകമാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സുഖമായി ജവാത്ത് നടത്തുവരും. പക്ഷേ സ്വീകരിച്ചവരുടെ ഡൈനാമിസം എന്താണെന്താ നിങ്ങൾ പഠിക്കാം. സഹാബത്ത് മുതൽ ഇന്ന് വരെ
ഇതിന്റെ പിന്നാലെ നടക്കുന്നവരുടെ ശരീരത്തിലും മനസ്സിലും അവരുടെ ആത്മാവിലും കുടിയിരിക്കുന്ന എന്ത് തത്വസംഹിത എന്തായിരിക്കും, ആ കോർ എന്താ മനസ്സിലാക്കുക. അത്തരത്തിലുള്ള ചർച്ച ഇവിടെ നടക്കുന്നില്ല. അതിൻ്റെ സ്വകാര്യ ദുഃഖമാണ്. ഈ അവസരത്തിലല്ല ഞാനത് എപ്പോഴാണ് പറയേണ്ടത്. അതുകൊണ്ട് 1500 വർഷമൊക്കെ ആയി നമ്മളിനി മുന്നോട്ട് പോകണം. നമ്മുടെ കുട്ടികൾക്ക് തക്കുവയൊക്കെ കുറഞ്ഞു വരികയാണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, നിങ്ങളുടെ ഫാദറിന്റെ, നിങ്ങളുടെ പാപ്പാന്റെയും വലിയാപ്പാന്റെ ഒന്നും തക്കുവ നമുക്കില്ല. അത് ഓരോ തലമുറ കഴിയുമ്പോഴും അത് കുറയുകയാണ്. നിങ്ങളുടെ മകന്റെ മകനൊക്കെ ഇന്നിപ്പോ ഒരാളുടെ കൂടെ ഞങ്ങള് കാറിൽ കയറി, അത് പറഞ്ഞത് വലിയൊരു ഉസ്താദിന്റെ ഒരു മുദ്രിസായിട്ട് ഉള്ള ഒരാളുടെ മോനാണ്. അപ്പൊ ഞങ്ങനെ നോക്കി, നല്ല പാന്റും ടോപ്പും ടിപ്പ് ടോപ്പും ഒക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പാന്റും ടോപ്പും അങ്ങനെ അവരുടെ മക്കൾക്ക് ഇടാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. അപ്പൊ എനിക്ക് പാപ്പാന്റെ വഴിയിലൊന്നും പോയില്ലേ, ആ തിരിക്കിൽ പോയില്ലേ? ഇല്ല, ഞാനിങ്ങനെ എഞ്ചിനീയറായി അങ്ങനെ അത് പോയി. അപ്പൊ എന്തേ പാപ്പ ഇത്രയും ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ഇതിങ്ങനെ ഓരോ വർഷം കഴിയുന്തോറും, തലമുറ കഴിയുന്തോറും എല്ലാ മതത്തിലും കുറയും. ഇസ്ലാമിന്റെ മാത്രം കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഫങ്ഷണലായിട്ടുള്ള ഒരു മതം ഇതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. ഇത്തരം ആരോപണങ്ങൾക്കെതിരെ അവരുടെ മനസ്സിലേക്ക് പുതിയ പുതിയ രീതിയിലേക്ക് പ്രബോധനങ്ങൾ മാറ്റേണ്ടത്. ഇനി നമുക്കും വേണം ടൂൾ കിറ്റുകൾ എന്നാണ് എനിക്ക് അഭിപ്രായം. നമ്മുടെ ടൂൾ കിറ്റുകൾ ഇത് പോരാ. സത്യം പറയട്ടെ, ഞാനൊക്കെ ചെറുപ്പത്തിൽ വേറെ വിഷമിച്ച, എന്റെയൊക്കെ ടീനേജ് സമയത്ത്, ഞാൻ ഈ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുന്ന സമയത്ത് ഞാൻ നിലമ്പൂർ കരുളായി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചതും വളർന്നത്. ഈ കേരളയിലെ ഒരു പ്രത്യേകത, ഏറ്റവും കൂടുതൽ കാദ്യാനികളുള്ള സ്ഥലം മലപ്പുറം ജില്ലയിൽ അഹമ്മദിയ കാദ്യാനി. എന്റെ അച്ഛനെ കല്യാണത്തിന് വിളിച്ചാൽ പോലും എന്റെ അച്ഛൻ തയ്ക്കുന്നത് ഒരു 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 കടയുടെ മുമ്പിലാണ്. നമുക്ക് അങ്ങനെയാണല്ലോ, ഒരു വലിയ ടെക്സ്റ്റൈൽസിന്റെ മുമ്പിലാണ് മെഷീനിട്ട് ഇരുന്ന് തയ്ക്കുന്നത്. ടൈലർ ഷോപ്പുകളില്ല, സ്വന്തം ഷോപ്പ് ഇടാൻ പാടില്ല ടൈലർമാർക്ക്. അത് ഏതെങ്കിലും തുണിപ്പിടിയന്റെ മുമ്പിൽ തയ്ച്ചോളുക. ആ സമയത്ത് ആ തുണിപ്പിടിയന്റെ മുതലാളിനെ കാദ്യാനി ആയതുകൊണ്ട് കല്യാണത്തിന് വിളിക്കൂല, പക്ഷെ എന്റെ അച്ഛനെ വിളിക്കും. അങ്ങനെയുള്ളൊരു കാലഘട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ തന്നെ ഞാൻ കാണുന്നത്, വൈകുന്നേരമായാൽ കാദ്യാനിയുടെ വക ഉത്തരം ഇങ്ങോട്ട്, അതിന്റെ ഉത്തരം പിറ്റേ ദിവസം മുജാഹിദിന്റെ വക, അല്ലെങ്കിൽ സുന്നിയുടെ വക. ഇന്ന് വരെ ഒരാൾ കാദ്യാനിന്ന് സുന്നിക്ക് പോകണമെന്ന്, സുന്നിന്ന് മുജാഹിദിക്ക് പോകണമെന്ന്, മുജാഹിദ് ജമാഅത്തിക്ക് പോകണമെന്ന് അതും കണ്ടിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു ഇതിന്റെ ഇമ്പാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും കറണ്ടും ചെലവും നമ്മളൊക്കെ പൈസ. ഇത് കേരളം മുഴുവൻ നടന്നിരുന്ന ഒരു പ്രതിഭാസമായിരുന്നു. ഒന്നും ഉണ്ടായിട്ട് പറയാതെ, നല്ലതും അതിൻ്റെതായ അർത്ഥത്തിൽ അതിന്റെ ഒരു വിശകലനമായി കൂട്ടിയാൽ മതി. അടുത്ത വിഷമുണ്ടെന്നെങ്കിൽ അടുത്ത പ്രാവശ്യം വിളിക്കുകയും ചെയ്യരുത്. എല്ലാവരും പറയാനുള്ള നമ്മൾ എന്തിനായിരുന്നു ഈ കരണ്ടും വെളിച്ചവും നമ്മുടെ പ്രഭാഷകന്മാരും തൊള്ളയിട്ടിട്ട് ഒരാളെപ്പോലും മുജാഹിദും ജമാഅത്താക്കാൻ അല്ലെങ്കിൽ സുന്നീന്ന് പോയവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന പോയവരെ വരാത്ത ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നടന്നിട്ടില്ല. എന്നാൽ ഈ വിമർശനങ്ങൾ മുഴുവൻ ഞങ്ങളെപ്പോലുള്ളവർക്ക് തുറന്നിട്ട് പുറത്തു നിന്നൊക്കെ കേൾക്കുന്ന ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും ഇവർ തമ്മിലുള്ള ഇത് മലന്ന് കടന്ന് തൊക്കുന്നതിന് പോലത്തെ അവസരം. ഇതായിരുന്നു ഒരു കാലത്ത് നമ്മുടെയൊക്കെ പ്രബോധനവും, ഇതായിരുന്നു നമ്മുടെയൊക്കെ രീതികൾ. അതിൽ നിന്നൊക്കെ ഒരുപാട് നമ്മൾ മാറി. ഇന്ന് അതിനൊന്നുള്ള ഉത്തരവൊന്നും നമ്മൾ അങ്ങനെ മൈക്കെട്ടിയൊന്നും ഓരോ കവലയിലും, ഇപ്പൊ കേരളയൊക്കെ എത്ര ചെറിയൊരു അങ്ങാടിയാണെന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ അവിടെ എത്ര പൊടിച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും ഇതിനപ്പുറമൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ ഇന്ന് നമ്മുടെയൊക്കെ സോഷ്യൽ മാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയകളിൽ നമ്മൾ ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുന്ന വീഡിയോകളുടെ സമാന സ്വഭാവം. ഇത് കുറച്ചങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സമാന സ്വഭാവം മനസ്സിലാക്കും. ഇവർ ചോദിക്കുന്ന ചില യുക്തിപരമായ ചോദ്യങ്ങളുണ്ട്. അതിലൊരു ചോദ്യമാണ് ദൈവവിശ്വാസികളോട് മൊത്തമായി ചോദിക്കുന്ന ഒരു ചോദ്യം: നിങ്ങളുടെ ദൈവം സർവശക്തനാണ്? അതെ. എന്നാൽ സർവശക്തൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എന്തിനും പറ്റും, എന്തിനും ശക്തിയുള്ളവനാണ് സർവശക്തൻ. ശരി. അപ്പൊ അടുത്ത ചോദ്യം: നിങ്ങളുടെ ദൈവത്തിന് തന്നെ പൊക്കാൻ കഴിയാത്ത ഒരു പാറ ഉണ്ടാക്കാൻ കഴിയുമോ? എന്നാണ്. ദൈവത്തിന് തന്നെ എടുക്കാൻ പൊന്നാൻ പറ്റാത്ത അത്രയും വലിയ പാറ മൂപ്പർക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ പെട്ടെന്ന് എന്താ വിചാരിക്കുക, പിന്നെ പഠിച്ചോന് പാറ ഉണ്ടായിക്കൂടെ? അപ്പൊ പഠിച്ചോ, മൂപ്പര് പഠിച്ചോൻ പാറ ഉണ്ടാക്കുന്നു. അപ്പൊ എന്താ, മൂപ്പർക്ക് തന്നെ പൊക്കാൻ പറ്റൂല പറഞ്ഞാൽ മൂപ്പര് ദൈവ സർവശക്തനാണോ? അപ്പൊ നമ്മള് പെട്ടു. അല്ല, പറ്റൂല പറഞ്ഞാലോ ഒരു പാറ പോലും ഉണ്ടാക്കാൻ പറ്റൂല അല്ലേ? ഇങ്ങനെയുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിലാണ് ഇന്ന് മതങ്ങളെ, പ്രത്യേകിച്ച് ഇസ്ലാമിനെ കൊണ്ട് നിർത്തുന്നത്.
കഴിഞ്ഞ ദിവസം ഒരു ഫ്രാൻസിലോ മറ്റോ നടക്കുന്ന ഒരു തെരുവിൽ നടക്കുന്ന ഒരു ഇന്റർവ്യൂ, ഒരു ഡിബേറ്റ് ഒക്കെയാണ്. അതിൽ ആ പെണ്ണിനോട് ചോദിക്കുന്ന, വെറുതെ കെട്ട് നിൽക്കുന്ന ഒരു പെണ്ണിനോട് ഒരൊറ്റ ചോദ്യം, yes or no, did Muhammad marry a 6 years old child? 6 വയസ്സുള്ള ഒരു കുട്ടീനെ മുഹമ്മദ് കല്യാണം കഴിച്ചോ? അത് മാത്രം അവിടെ പറഞ്ഞാൽ മതി. എന്താ പറയാ? ഇല്ല വരാൻ പറ്റും. ഇല്ല കാണാനായി ഉണ്ട് വരാൻ പറ്റും. അപ്പൊ അവസാനം അവര് ഉണ്ട് എന്നുള്ളതിന് ഞങ്ങളുടെ നാട്ടിൽ ഇതിന്റെ പേര് വേറെയാണ്. എന്നിട്ട് അവന് അതിന്റെ ഒരു പേര് എന്താ പറയാ, ആകൈസായി പോകുന്ന അവസ്ഥ. ഈ രീതിയിലാണ് പലപ്പോഴും ഇത് പലപ്പോഴും നമ്മുടേതായ വൃന്ദങ്ങളിൽ മാത്രം ഇതിന് മറുപടി കൊടുത്തിട്ട് വരും. നിങ്ങൾക്ക് ഇതിന് മറുപടി ഇട്ടിട്ട് കാര്യമില്ല, കാരണം നിങ്ങൾക്ക് ഇത് മറുപടിന്റെ അപ്പുറം നിങ്ങൾ പോയിട്ടുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്താണ് ആ സമയത്ത് അവരെ കെട്ടാനുണ്ടായ കാരണമെന്നോ അല്ലെങ്കിൽ അതിന്റെ, പക്ഷെ ഇത് ഈ രീതിയിൽ ചോദിക്കുന്നവരുടെ ഒരു മറുപടിയായി അവതരിപ്പിക്കാൻ നമുക്ക് ടൂളുകളും വിറ്റുകളും ചാനലുകളും ഒന്നുമില്ല. അതൊക്കെ ഉണ്ടാകട്ടെ എന്നല്ല ഈ സമയത്ത് ഇനിയിപ്പോ ഞാൻ ആശംസിക്കേണ്ടതല്ലേ, ഇപ്പൊ മുഖ്യ അതിഥിയായി വന്ന് ഞാൻ പറയേണ്ടത്. ഇതിലേക്കൊക്കെ വേണ്ടുന്ന എന്നാൽ കഴിയുന്ന സഹായങ്ങളും, കാരണം ഇതൊക്കെ നമ്മൾ എപ്പോഴും, ഞാൻ കുറെ കാലമായി നമ്മൾ ഈ വേദിയിൽ വന്ന അന്ന് മുതൽ ഈ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലമുണ്ട് കേട്ടോ. ഇൻകമും ഔട്ട്കമും ഒക്കെ എപ്പോഴും ഇമ്പാക്റ്റ് ഒക്കെ ഇപ്പൊ കണ്ടു തുടങ്ങി. നമ്മളൊക്കെ ഇപ്പൊ എവിടെ ഒരു അങ്ങാടിയിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞാലും ചായ കുടിക്കാൻ കയറി കഴിഞ്ഞാലും നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ വരികയും സന്തോഷം പറയുകയും ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ പോലും പറയും, നിങ്ങൾ പറയുന്നതുകൊണ്ട് ഞങ്ങൾ കേൾക്കാൻ തുടങ്ങും. ഇപ്പൊ കുറെയൊക്കെ തെറ്റിദ്ധാരണ മാറി എന്ന് പറയുന്ന ഒരുപാട് ഹിന്ദുക്കളെ കാണുന്നുണ്ട്. ഒരുപാട് മുസ്ലിം സഹോദരന്മാരുടെ സന്തോഷം കാണുന്നുണ്ട്. ഇന്നെപ്പോലെ ഒരാളെയൊക്കെ നോക്കി ചിരിക്കാനുള്ളൊരു ധൈര്യം. ഇല്ലെങ്കിൽ ഇപ്പൊ എന്താ അടുത്ത നിമിഷം ഉണ്ടാവുക എന്നറിയില്ലല്ലോ. ക്രിസ്ത്യാനികളായിട്ടുള്ളവരും പറയും ഇത് ഭയങ്കര അത്ഭുതമായിരിക്കും. കാരണം ഈ രീതിയിൽ എല്ലാ മതങ്ങളെയും അവതരിപ്പിക്കാനും പ്രത്യേകിച്ച് ഇത്തരം തെറ്റിദ്ധാരണകളെ നീക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനും കഴിയുന്നത്, അതിന്റെ ഇമ്പാക്റ്റ് വന്നു തുടങ്ങി. ഔട്ട്കം കഴിഞ്ഞ് അതിന്റെ ഇമ്പാക്റ്റും അതിന്റെ ഫസ്റ്റ് ലെവൽ സെക്കൻഡ് ലെവലൊക്കെ ഇനി അങ്ങനെ പോകും. പക്ഷെ ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു മതത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രവാചകൻ, അതിന്റെ ഗുരു, പരമഗുരു, പരമേഷ്ഠി ഗുരുവായിട്ടുള്ള ആളിനെ കൊടുക്കുന്ന ബഹുമാനം ഒരു അർത്ഥത്തിൽ ഈശ്വരന് തുല്യമാണ് പല മതങ്ങളിലും. അല്ലെങ്കിൽ ഈശ്വരൻ കഴിഞ്ഞാൽ അടുത്ത നാമം ഉച്ചരിക്കേണ്ടത് അദ്ദേഹത്തിന്റെയാണ്. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയണം. അപ്പോഴാണ് അത് പൂർണ്ണമാകുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഹബീബിനെ, അല്ലെങ്കിൽ അത്രയും സ്നേഹിക്കപ്പെട്ട് കൊണ്ടു നടക്കുന്ന, ഞാൻ തീരുമാനിച്ചു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. ഞാൻ മനസ്സിലാക്കിയ ആയത്തുകളും ഹദീസുകളുമായി ഞാൻ മുന്നോട്ട് പോയി. പിന്നീട് ഞാൻ എൻ്റെ സന്യാസവുമൊക്കെയായി പോയപ്പോൾ എൻ്റെ ഗുരു എന്നോട് പറഞ്ഞു, ഇനി ഒരു അറിയിപ്പ് ഉണ്ടാവുന്നവരെ അധിക പ്രസംഗങ്ങളൊന്നും നടത്തരുത്. അന്ന് എനിക്ക് 22 വയസ്സ് പ്രായം, പ്രസംഗിക്കാനൊന്നും ആയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കിട്ടുന്ന അവസരത്തിലൊക്കെ ചെറുതൊക്കെ പറയും. എന്നോട് പറഞ്ഞു, നിർത്തിക്കളാ, മൗനം പറയുന്നത് വരെ ആയിക്കോട്ടെ. 42 വയസ്സിലാണ്, 10-20 വർഷങ്ങൾക്ക് ശേഷമാണ് പൊതുവേദിയിൽ ഇനി എന്തെങ്കിലും പറഞ്ഞോളൂ എന്ന ഒരു തീരുമാനം അദ്ദേഹം എടുത്തത്. അതിന്റെ ഒരു കാരണം എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒരു മുസ്ലിം പള്ളിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അതിന്റെ അടുത്തുള്ള ഒരു സ്വാമിജിയെ വിളിക്കാൻ വേണ്ടി അതിന്റെ കമ്മിറ്റിക്കാർ ചെന്നു. എന്തിനാണ്? മുസ്ലിം പള്ളിയുടെ ഉദ്ഘാടനം. നിങ്ങൾ വന്നൊരു ആശംസയൊക്കെ പറഞ്ഞോളിന്ന്. ഞാനൊക്കെ എത്രങ്ങാനും പള്ളിക്ക് പോയിക്കുന്നെന്ന് അറിയാം. ഒരു പക്ഷേ തങ്ങൾ ഫാമിലിയിലുള്ളവർ പള്ളി ഉദ്ഘാടനത്തിന് പോകുന്നതിനേക്കാളും കൂടുതൽ ഞാൻ പോകുന്നുണ്ട്. ഓരൊക്കെ എപ്പോഴെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ ഞാനും തങ്ങളുള്ളടത്തും പോകുന്നുണ്ട്, അല്ലാത്തടത്തും പോകുന്നുണ്ട്. സത്യം പറയാം, അവരെക്കാൾ കൂടുതൽ പള്ളി ഉദ്ഘാടനം, ഏറ്റവും ചെറിയ പള്ളി മുതൽ കേരളത്തിലെ ഏറ്റവും വലിയ പള്ളിയുടെ ഉദ്ഘാടനത്തിന് വരെ ഞാൻ കഴിഞ്ഞ 2-3 വർഷങ്ങളായി. പക്ഷെ അന്ന് അതായിരുന്നില്ല അതിന്റെ സ്ഥിതി. ഈ സ്വാമിജിയെ ചെന്ന് വിളിച്ചു. സ്വാമിജി ആകെ ഭയന്നു. കാരണം അവരെല്ലാരും കൂടി തലകെട്ടും കെട്ടി ആശ്രമം കൂടി വാങ്ങിയിരിക്കുന്നു എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു, ഏതിനാണ് അങ്ങനത്തെ പരിപാടി ഒന്നും വേണ്ട, അങ്ങോട്ടും വേണ്ട, നിങ്ങളെ നിനക്കും വലിയ എന്ന് മൂപ്പരും പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളെ വഴി നമുക്ക് അല്ലാണ്ട് ഇവിടെ ആശംസയില്ല, ഇങ്ങോട്ടും വേണ്ട, ഇവിടെ അമ്പലത്തിൽ നിങ്ങളും വരണം, ഒന്നും നടക്കൂല എന്നൊക്കെ വന്ന് ഇതൊക്കെ എന്തൊക്കെ പരിപാടിയാണെന്ന് അറിയില്ല. അതിന്റെ ഇടയിൽ കൂടെ എന്നെ മതം മാറ്റും, അല്ലെങ്കിൽ ഞാനവിടെ പോയിരുന്നു കഴിഞ്ഞാൽ അത് ഹിന്ദു സമൂഹത്തിന് തെറ്റായ ഒരു മാതൃക കൊടുക്കും. സ്വാമി വരെ പള്ളി കയറാൻ തുടങ്ങി, ഇതൊക്കെ നമുക്കും കയറാൻ തന്നെ എല്ലാവരും ഈ
പറയുമ്പോ അങ്ങോട്ട് പോകും, ഒന്നും നടക്കൂല, ആകെ പ്രശ്നം പറയാം. ഒരു പിന്നെന്നാ ശരി നിങ്ങൾ വരുന്നില്ലെങ്കിൽ വരട്ടാന്ന് ഒരു വേണം. ഇങ്ങനെ 2-3 പ്രാവശ്യം ഇതിനെ ഇത്തരം ആവർത്തനങ്ങൾ നടന്നപ്പോൾ എൻ്റെ ഗുരു എന്നോട് പറഞ്ഞു, അല്ല അനക്കറിയണ പറഞ്ഞോടെ വിളിച്ചു പോകുമോ ചോദിച്ചു. എന്നെ വിളിച്ചാൽ ഞാൻ പോകും. എന്നിട്ട് എന്താ പറയാ, എന്നോട് ഒരു കാര്യം പറഞ്ഞു, സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം പറയണം, ബോധ്യപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയണം, ആരെയും പ്രീതിപ്പെടുത്താൻ പറയണ്ട, തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ മാറ്റണം, സൗഹൃദം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഈ 4-5 കാര്യങ്ങൾ ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ പാലിക്കുന്നുണ്ട്. സത്യസന്ധമായതാണ് പറയുന്നത്. ഒരാളുടെയും ഇൻഡാസോ ദർഗാസോ അല്ലെങ്കിൽ ഒരു ടെൻഡറോ ഏറ്റെടുത്തിട്ടല്ല. പക്ഷെ ഇതൊരു ഉത്തരവാദിത്തമാണ്. കാരണം ഒരു സമൂഹം ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട് സോഷ്യോളജിക്കൽ എന്താ പറയാ മോക്കിങ്ങിന് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ റാഗിങ്ങിന് ഇരയാകുമ്പോൾ എന്തുകൊണ്ടോ ആ സമുദായത്തിലുള്ളവർക്ക് തന്നെ പലപ്പോഴും അതിന്റെ ഡൈനാമിസം മനസ്സിലാക്കാൻ കഴിയാഞ്ഞിട്ടായിരിക്കും. പക്ഷെ യുക്തിപരമായും താക്തിപരമായും നമ്മുടെ ഇടയിലൊക്കെ ഇഷ്ടം പോലെ പഠിച്ചവരുണ്ട്. സാധാരണ വിദ്യാഭ്യാസത്തിന് അപ്പുറത്തേക്ക് പോയവരുണ്ട്. സക്രിയ ഫൈസിനെ പോലുള്ളവരൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് സൈക്കോളജി നമ്മുടെയൊക്കെ കോഴ്സ് അല്ലേ കഴിഞ്ഞവരാണ്. അവർക്കൊക്കെ അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ കഴിയും. അങ്ങനെയുള്ളവരൊക്കെ മൂപ്പർക്ക് ഇത് പറയല്ല കേട്ടോ. ഒരുപാട് ഇനിയും നമ്മൾ നമ്മുടെ ആ സംവിധാനത്തിനെ ഒന്നും കൂടിയൊക്കെ മാറ്റി ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഉദ്ഘാടനത്തിൽ എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാ മതത്തിലും ഈ ഒരു ഇത് വേണം കേട്ടോ. ഈ ഒരു ഫങ്ഷനാലിറ്റി തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഇത് വേണം. അല്ലാണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയ പോലെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കുട്ടികൾ പോലും, നമ്മുടെ ഉള്ളിലുള്ള കുട്ടികൾ പോലും പുറത്തേക്ക് പോവുകയാണ്. മറ്റുള്ളവർക്ക് മറുപടിയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി കൊണ്ടുപോയിക്കോളൂ. പക്ഷെ വിമർശിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് ഇത് ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഉത്തരങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറയാൻ നമ്മൾ തയ്യാറാണ്, അല്ലെങ്കിൽ ഓരോ വിഭാഗവും തയ്യാറാണെന്ന് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. ആ രീതിയിലും കൂടി ചിന്തിക്കണേ എന്നാണ് എനിക്ക്, പ്രത്യേകിച്ച് സമസ്തയുടെ ഈ വിഭാഗമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നിങ്ങൾ എല്ലാവരും മുഷാവറയുടെ വലിയ വലിയ ആൾക്കാരൊക്കെ കുറെ ഉണ്ട്. അല്ലെങ്കിൽ ഇവരൊക്കെ അത് അറിയട്ടെ. നമുക്ക് ഇത്തരം വിങ്ങുകൾ ഉണ്ടാവണം, ഇത്തരം പഠന കളരികൾ ഉണ്ടാവണം, ടൂൾ കിറ്റുകൾ ഉണ്ടാവണം. എന്തൊക്കെയാണ് അന്താരാഷ്ട്ര രീതികളിൽ ഇസ്ലാമിനെതിരായി വന്നിരിക്കുന്നത്? ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടെന്നൊക്കെ പറയും. പക്ഷേ ഇസ്ലാമിന്റെ അടിസ്ഥാന ശാസ്ത്രമായ വ്യത്യസ്തയോടുകൂടി പോകുന്ന ഇസ്ലാമിക് എക്കണോമിക്കിനെ കുറിച്ച് മര്യാദയ്ക്ക് ഒരു സ്റ്റഡി നടന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സക്കാത്തിനെ കുറിച്ച് നമ്മൾ പറയും, മഹ്റൂമീനെ തിരിച്ചറിയേണ്ട കാര്യത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അൽ-മാരിജ് സൂറത്തിന്റെ ഒരൊറ്റ ഒരു വാചകം ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ മര്യാദയ്ക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ആധുനിക മൈക്രോ ഫിനാൻസിങ്ങുമായി ബന്ധപ്പെട്ട്? മഹ്റൂമിനെ തിരിച്ചറിയണമെന്നാ നമസ്കാരം നിലനിർത്തുന്നതിന്റെ ലക്ഷണമാണത്. അല്ലാതെ മിസ്കീനായിട്ടുള്ള വന്ന് ഇറന്ന് വാങ്ങിക്കൊണ്ടു അല്ലെങ്കിൽ അവകാശം പറഞ്ഞ് കൊണ്ടുപോകും. അല്ലാത്തവനെ തിരിച്ചറിയുന്നത് എങ്ങനെയായിരുന്നു? സഹാബത്തിൽപ്പെട്ടവനെ, മഹ്റൂമിങ്ങിൽപ്പെട്ടവനെ. ഇങ്ങനെയൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കാനുണ്ട്. എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഇത്തരം താത്വികമായ ചർച്ചകൾക്കും. അല്ലാണ്ട് 5-10 മിനിറ്റ് ആയിക്കോട്ടെ, അതും സന്തോഷം, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് കൈകോർക്കേണ്ടതുണ്ട്, ഒപ്പം ഇരിക്കേണ്ടതുണ്ട്, യുവത്വത്തിന് ഒപ്പം നിലനിർത്തേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ ഇത്തരം എന്താ പറയാ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതല്ല എന്ന് പറയാൻ നമുക്കൊരു സംവിധാനം ഉണ്ടാകണം. അപ്പൊ പറഞ്ഞതും ഒക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമോ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഓർത്ത് തരണം. ഇപ്പൊ വല്ല അജിനും വേണ്ടി വന്നു കഴിഞ്ഞാൽ അവസാനം ക്ഷമ ചോദിക്കാൻ അപ്പം വരാൻ പറ്റുമോ? പൊരുത്തപ്പെടാൻ വരാൻ പറ്റൂല. ഇപ്പൊ തന്നെ പൊരുത്തപ്പെട്ടളി. നന്ദി, സന്തോഷം. റസൂലുള്ളാഹിയോടുള്ള സ്നേഹം. അദ്ദേഹം എന്താ പറയാ ദൈവത്തിൽ നിന്നാണോ എന്നില്ലേ എന്നതിനേക്കാളും ഉപരി അദ്ദേഹത്തെ പോലുള്ളൊരു മനുഷ്യന്റെ സ്വാധീനം ഈ ലോകത്തിൽ, അതൊക്കെ ഇവിടെ പറയും. നോട്ട് ഈവൻ എ സിംഗിൾ വുമൺ വാസ് റേപ്ഡ് എന്നൊക്കെ പറഞ്ഞ് മക്കാ വിജയത്തിന്റെ ഒക്കെ പറയാൻ അറിയാനിട്ടില്ല. എന്നെ വിഷയം അതായിരുന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹം ഹലീമ ബീവിയുടെ മകളോട് കാണിച്ച ആ ഒരു ഇതൊന്നും അല്ല ഇന്നത്തെ വിഷയം. അതൊക്കെ ഇവിടെ അനേകം പ്രാവശ്യം പറഞ്ഞു കഴിയപ്പെടുകയും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതുമാണ്. ഇന്നത്തെ ഈ ചരിത്ര സന്ധ്യയിൽ അല്ലെങ്കിൽ ഈ മുഹൂർത്തത്തിൽ നമുക്ക് വേണ്ടത് ഇതിനെ വീണ്ടും പുനരവതരിപ്പിക്കാനുള്ള പുതിയ ടൂളുകളാണ്. അതിലേക്കുള്ളൊരു നിവേദനവും ഒരു സബ്മിഷനുമായിട്ടാണ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നത്. ദൈവം നമ്മളെ
ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തങ്ങളിവിടെ പ്രാർത്ഥിച്ചു, ഉസ്താദോടെ പ്രാർത്ഥിച്ചു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. തന്നെയാണ് പ്രാർത്ഥിക്കാനുള്ളത്. ദൈവമേ, ഈ ചെയ്യുന്നതൊക്കെ ഞങ്ങൾക്ക് നല്ല സ്വാലിഹായിട്ടുള്ള അമലായിട്ട് സ്വീകരിക്കണേ. ആ ധർമ്മത്തിന്റെ ദർജ ഉയർത്തിയവരുടെ കൂട്ടത്തിൽ, ഇസ്ലാമിന്റെ ദർജ ഉയർത്തിയവരുടെ കൂട്ടത്തിൽ ഒരു വാക്കുകൊണ്ടെങ്കിലും, ഒരു ഭാവം കൊണ്ടെങ്കിലും, ഒരു സഹകരണം കൊണ്ടെങ്കിലും ഈ പറയുന്ന ദൈവിക സംവിധാനത്തിന്റെ ദർജ, അതിന്റെ പോരിച്ച കൂട്ടിയവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും പെടുത്തണമെന്ന് മാത്രം ഒരു പ്രാർത്ഥന എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൂ. നമുക്കും ആ പ്രാർത്ഥന ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.